ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളറണ്ടിലെ പ്ലേ ഓഫ്സിൻ്റെ പിക്കിംഗ്. ആര് ജയിക്കും എന്ന് പ്രഡിക്ഷൻ. നമ്മൾ ചാമ്പ്യൻസ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്തായിരുന്നു. അതിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. കിഡിലിനൊരു പ്രഡിക്ഷൻ ആയിരുന്നു. എൻ്റെ ദൈവമേ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാ വീഡിയോയും കാണുക. ഓക്കെ, ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഓരോന്നോരോന്ന് നോക്കാം. നമുക്ക് ആദ്യം DRX സെൻറ്റർ. അപ്പോൾ ഈ പിക്കിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ചാമ്പ്യൻസിൽ ഞാൻ പിക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ആകെ സെൻറ്റിനൽസിൻ്റെ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഞാൻ സെൻറ്റിനൽസിനെ കൊണ്ട് ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ മിക്കവാറും ഞാൻ ഇതിലും കൊണ്ടുപോയി സെൻറ്റിനൽസിനെ എല്ലാത്തിലും ജയിപ്പിക്കും. തുടക്കം തന്നെ ഇപ്പോൾ DRX സെന്നും തമ്മിൽ അടിക്കാമെന്ന് എഴുതി. ഞാൻ പറയും സെന്റ് ജയിക്കും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷേ എന്തോ നമുക്കിഷ്ടമുള്ള ടീമല്ലേ ജയിക്കണ്ടേ. വേണമല്ലോ അല്ലേ, അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ സെൻറ്റിനൽ ജയിക്കും നമ്മൾ പറഞ്ഞു. പിന്നെ അപ്പോൾ DRX അടിയിൽ പോയി. TEDG ആയിരിക്കും നമ്മൾ EDGക്ക് പ്രതീക്ഷയില്ല. ട്രേസ് ജയിക്കുമെന്ന് തന്നെ ഇരിക്കട്ടെ. EDGയിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. G2 ലെവിയാന്തൻ. കിട്ടാവുന്നതിൽ ഏറ്റവും കിടിലം പിക്സൊക്കെയാണല്ലോ ഇപ്രാവശ്യം എടുത്തേക്കുന്നത്. ആര് കൊണ്ടെടുത്തോ ഞാൻ പറഞ്ഞ് G2 ജയിക്കുമെന്ന് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തു. THഉം ഫിനാറ്റിക് ജയിക്കും. ഓക്കെ ഫൈൻ. അപ്പോൾ സെൻറ്റിനൽ ജയിക്കുന്നു. സെൻറ്റിനൽസിനെ മിക്കവാറും ഞാൻ ഫൈനൽ വരെ കൊണ്ടുപോകും കേട്ടോ. സെൻറ്റിനൽസ് ജയിക്കുന്നു. സെൻറ്റിനൽസും ടിയും തമ്മിൽ എന്തായാലും സെൻറ്റിനൽസ് ജയിക്കുള്ളൂ. അതോടെ ഇരിക്കട്ടെ. ഇവിടെ DRX ആയിരുന്നില്ല. അപ്പോൾ DRXും EDG അടിച്ചാൽ DRX ഒരു നല്ല ടീമാണ്. DRX സത്യം പറഞ്ഞാൽ ഞാൻ DRXനെ കുത്തി. G2ഉം ഫിനാറ്റിക്കും. G2 ഒരു നല്ല ടീമല്ലേ സത്യം അല്ലേ? ആണ്. G2 ഒരു നല്ല ടീമാണ്. നമുക്ക് G2 കിടക്കട്ടെ. ഫിനാറ്റിക് പോയി. അപ്പോൾ ഫിനാറ്റിക്കും DRXും തമ്മിൽ ഇവിടെ അടി. അയ്യോ, ഇരട്ടിപ്പണിയായല്ലോ. ലെവിയാന്തനും ഹെറിറ്റിക്സും. ലെവിയാന്തനായിരിക്കും ജയിക്കണം. അയ്യോ, ഒരു കോയിൻ വേണ്ടി വരും ഈശ്വര ഇതിനിപ്പോൾ. ഇവിടെ ഞാൻ പറഞ്ഞ സെൻറ്റിനലാണ് ജയിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ മേ ബി എൻ്റെ ഒരു പ്രതീക്ഷ സെൻറ്റിനിൽ ജയിക്കുന്നൊരു പ്രതീക്ഷ. ഫിനാറ്റിക്കും DRXും. ഇവിടുന്ന് തോറ്റ് EDGയോട് ജയിച്ച ഫിനാറ്റിക്കും DRXും ടിക്കറ്റിൽ വായിപ്പോയത്. ഞാൻ DRX ജയിക്കും എന്നിട്ട്. ഇവിടെ ലെവിയാന്തൻ. അങ്ങനെയാണ് DRXും ലെവിയാന്തനായിരിക്കും കുറച്ചും കൂടെ ജയിക്കാൻ സാധ്യത. പിന്നെ G2 ലെവിയാന്തനും. അങ്ങനെയാണെങ്കിൽ G2 ഇവിടെ ജയിക്കും. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? സെന്റിനലും G2 ഇവിടെ തോറ്റിട്ട് രണ്ടാമത് കംബാക്ക് അടിച്ച് സെന്റിനലും G2. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. അതായത് ഇങ്ങനെ നമ്മുടെ സെന്റിനലും ജെൻജിയും തമ്മിൽ അടിച്ച പോലെ. ഈശ്വര, ആ ചാമ്പ്യൻഷിപ്പ് എടുത്തതിൽ ഒരെണ്ണം റെഡി ആയത് സെന്റിനൽസ് ജയിക്കും എന്നുള്ളത്. വേറെ ഒന്നും ശരിയാക്കിയില്ല. ഇത് റെഡിയാവായിരിക്കും. ഇത് കണ്ടിട്ട് റെഡി ആവണ പോലെ ഉണ്ട് കേട്ടോ. ഇനി എന്തിനാണ് ഒരു പിക്ക് ബാക്കി കിടക്കണ? ഇതിലാര് ജയിക്കും?